ദേശീയപാത വികസനങ്ങൾ. ഇന്ന് കേരളത്തിൽ ദേശീയപാതകളും റോഡുകളും അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വളരെ പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്ന അവസ്ഥ. ഈ വർഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 5 സ്ഥലങ്ങളിലാണ് ദേശീയപാതകൾ ഇടിഞ്ഞത്. എങ്ങനെയെങ്കിലും പദ്ധതി പൂർത്തീകരണം മാത്രം ലക്ഷ്യം വെച്ച് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നതല്ലാതെ ഈ വിഷയത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ല. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണം. എന്നാൽ അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം സംഭവിച്ചുകൊണ്ടോ അവർക്ക് ഒരു ഭീഷണിയോ ആകരുത്. കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് തകർന്നിരുന്നു. കൊട്ടിയം മൈലക്കാടിന് സമീപമായിരുന്നു സംഭവം. സർവീസ് റോഡിന്റെ ഒരു ഭാഗമാകെ വിണ്ട് കയറിയ അവസ്ഥയിലായി. അപകടം നടക്കുമ്പോൾ സർവീസ് റോഡിലൂടെ സ്വകാര്യ സ്കൂൾ ബസ്സും 3 കാറും കടന്നു പോകുന്നുണ്ടായിരുന്നു. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടു. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടാനാണ് നിർദ്ദേശം. എന്താണ് സംഭവിച്ചതെന്ന് സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ച് പഠിക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താനും ഇനിയത് ആവർത്തിക്കപ്പെടാതിരിക്കാനും വേണ്ട കരുതലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം. കേരളത്തിലെ റോഡുകളിൽ സേഫ്റ്റി ഓഡിറ്റ് നടത്തണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. പ്രധാന നിർമ്മാണ ജോലികൾ നടക്കുന്ന ഇടങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരില്ല. എല്ലാം കരാറുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ ദേശീയപാത നിർമ്മാണം നിരീക്ഷിക്കേണ്ടതാണ്. ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് സുരക്ഷയുള്ള റോഡായിരിക്കണം. അതിനുവേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളണം. കേരളത്തിലെ ഭൂപ്രകൃതിയും പ്രദേശത്തിന്റെ സവിശേഷതകളും കണക്കിലെടുത്ത് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ ദേശീയപാതയെയും സർവീസ് റോഡുകളെയും വേർതിരിച്ച് വൻമതിൽ കെട്ടി മണ്ണ് നിറച്ചു നടത്തുന്ന സ്ഥലങ്ങളിലാണ് അപകടം ആവർത്തിക്കുന്നത്. നിരന്തരമായ അപകടങ്ങളിലൂടെ ഉയരപ്പാത അശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ എർത്ത് റീടൈനിങ് വാളുകൾക്ക് പകരം പില്ലറിന്മേലുള്ള എലിവേറ്റഡ് ഹൈവേ ആണ് നിർമ്മിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന ശിവാലയ എന്ന കമ്പനിക്കെതിരെ പ്രദേശവാസികൾ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അശാസ്ത്രീയമായാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഇതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തിരുന്നു. ശിവാലയ കമ്പനിയാണ് ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന പ്രദേശമാണ് കൊട്ടിയം. കളക്ടറും ഇവിടെ സന്ദർശിച്ചതാണ്. ഭൂമിശാസ്ത്രപരമായ പരിശോധന നടത്തുമെന്നാണ് അവർ പരാതി അറിയിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും നടന്നതായി കണ്ടിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആർക്കോ വേണ്ടിയാണ് അവർ നിർമ്മാണം നടത്തുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സമാനമായ രീതിയിൽ ഇക്കഴിഞ്ഞ മെയ്യിൽ മലപ്പുറം കൂരിയോട് ദേശീയപാത ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് തകർന്നിരുന്നു.